അസ്സലാമു അലൈക്കും. നമസ്കാരം എൻ്റെ കൂട്ടുകാരെ. അപ്പോൾ ഞാൻ സജിന ഈയാട്. അപ്പോൾ ഞാൻ ഇന്ന് വന്നതെന്ന് വെച്ചാൽ നമ്മളെ മൊണാലിസ പൂവിട്ടത് കാണിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. എല്ലാ എൻ്റെ അടുത്തുള്ള ഇപ്പോൾ പുതിയത് വാങ്ങുന്നതൊക്കെ ഞാൻ പേരും എന്താ പറയുക ഓർത്ത് വെക്കും. അതുകൊണ്ട് ഇത് കണ്ടില്ലേ, ഇതിന്മേൽ ഞാൻ പേര് എഴുതി വെച്ചതാണ് കേട്ടോ. ഇത് പിന്നെ പേര് എഴുതി വെച്ചെന്താ വെച്ചാൽ പേരുകൾ ഇങ്ങനെ ഒരുപാട് ഓർക്കിഡുകളുണ്ട്, അതുപോലെ തന്നെ അഡീനിയം ചെടികളുണ്ട്. പിന്നെ അതുകൊണ്ട് ഈ ബോഗൺവില്ല തന്നെ ഒരുപാട് വെറൈറ്റികളുണ്ട്. ഇതിൻ്റെ പുറകെ നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് ഭ്രാന്താവുന്നേ ഉള്ളൂ, അല്ലാണ്ട് നമുക്ക് കളക്ട് ചെയ്ത് തീരൂല. അത്രക്ക് പിന്നെ എന്താ പറയുക വെറൈറ്റികളുണ്ട് ഇതിൻ്റെ ഇതിൽ തന്നെ. ഇത് പോകണം. ഇപ്പം ഞാൻ കഴിഞ്ഞ വർഷം ഞാനൊരു 10 വെറൈറ്റി വാങ്ങിനും. ഞാൻ ആ വീഡിയോ ചെയ്തിനല്ലോ, ഇവിടെ എറണാകുളത്ത് പോയിട്ട് വീഡിയോ ചെയ്തിനല്ലോ, അവിടുന്ന് വാങ്ങിയ പ്ലാന്റുകളാണ്. അപ്പോൾ അതിലൊന്നാണ് ഈ മൊണാലിസ. നമ്മൾ വാങ്ങി കൊണ്ടുവരുമ്പോൾ ചെറിയ പ്ലാന്റ് ആയിരുന്നു കേട്ടോ. അത് വലുതായിപ്പോൾ ഈ വർഷതാ നിറയെ പൂക്കളായിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടൊക്കെ കമ്പുകളുണ്ടായിരുന്നു കേട്ടോ. ഈ കമ്പുകളൊക്കെ ഞാൻ കട്ട് ചെയ്ത് തൈകളാകാൻ വെച്ചതാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മളിത് തൈകളാക്കുന്നതെന്നാണ് കേട്ടോ നിങ്ങളെ കാണിച്ചിരുന്നത്. അപ്പോൾ ചിലരൊക്കെ ചോദിക്കും, എങ്ങനെ ചെടികൾ കമ്പ് വെച്ച് പിടിപ്പിച്ചിട്ടും പിടിക്കുന്നില്ല. പിന്നെ വേറെ ഒന്നുണ്ട്, ഈ ഹൈബ്രിഡ് വെറൈറ്റികളൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് കമ്പ് പിടിച്ച് കിട്ടാനും പാടാണ്, കുറച്ച് ബുദ്ധിമുട്ടാണ് പിടിച്ച് കിട്ടാനും. ഇപ്പം നമ്മൾക്കുണ്ടാകുന്നതുകൊണ്ട് നമ്മൾ ചെയ്തു നോക്കുക. ഒരു 10 കമ്പ് വെച്ചാൽ ചിലപ്പോൾ ഒരു കമ്പ് പിടിച്ച് കിട്ടും, അല്ലെ 2 കമ്പ് പിടിച്ച് കിട്ടും. അങ്ങനെയൊക്കെയാണ് കേട്ടോ ഈ വെറൈറ്റികൾ. മാക്സിമം നമ്മൾക്കുണ്ടാകുന്ന പരീക്ഷണം നടത്തിയിട്ട് ഓരോ തൈകളും ആക്കിയെടുക്കാൻ നോക്കുക. അപ്പോൾ ഇതൊക്കെ എന്ന് വെച്ചാൽ വലിയ വില കൊടുത്ത് വാങ്ങുന്നതാണല്ലോ. ഇതൊക്കെ 750 ഉറുപ്പ്യൊക്കെ ഒരു ചെറിയൊരു തൈക്ക് 750 ഉറുപ്പ്യ കൊടുത്തിട്ട് വാങ്ങിയതാണ്. എനിക്ക് ഇതിൻ്റെ കളറ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരു വല്ലാത്ത എന്താ പറയുക, ഒരു വിരിഞ്ഞ് വരുമ്പോൾ ഒരു കളറും പിന്നെ ഒരു ചോക്ലേറ്റ് കളറ്, ലൈറ്റ് ചോക്ലേറ്റ് കളറോട് കൂടി വിരിഞ്ഞ് വന്നിട്ട് പിന്നെ ഇതൊരു എന്താ പറയുക, ഒരു ലൈറ്റ് യെല്ലോ, ഒരു എന്താ പറയുക മനസ്സിലേക്ക് കയറിപ്പോവാന്നൊക്കെ പറയൂലേ, അതുകൊണ്ടുള്ള ഒരു ലൈറ്റ് കളറിലേക്കാണ് പിന്നെ അത് മാറുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ തൈകളാക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ സാധാ മണ്ണില്ലേ, സാധാ ചുവന്ന മണ്ണ്, കല്ലും മണ്ണൊക്കെ കൂടി സാധാ ചുവന്ന മണ്ണ് വേണ്ടോ, ഈ സാധാ ചുവന്ന മണ്ണ് ഈ ഏറ്റവും ചെറിയ കവർ നോക്കിയിട്ടൊരു കവർ എടുക്കുക. ആ കവറിലേക്ക് നമ്മൾ ഈ മണ്ണ് ഇട്ട് കൊടുക്കാൻ കേട്ടോ ചെയ്യുന്നത്. കണ്ടില്ലേ, ഇത് നിറയെ നമ്മൾ ഈ ചുവന്ന മണ്ണ്, ഇത് നിറയെ നമ്മൾ ഈ ചുവന്ന മണ്ണ് നിറച്ചിട്ട്, ഇതിപ്പോൾ കണ്ടോ ഈ കവറിൽ ഞാൻ മണ്ണ് നിറച്ച്, എന്നിട്ട് നമ്മൾ ഈ കവറിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. മാക്സിമം നല്ലോണം വെള്ളം ഒഴിക്കുക കേട്ടോ. വെള്ളം ഒഴിച്ചിട്ട് വെള്ളം ഇതുപോലെ ഒഴിച്ചിട്ട് ആ മണ്ണ് ഫുള്ളായിട്ട് വെള്ളം വലിച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ അടിയിൽ ഓൾസ് ഉണ്ടോ നോക്കണം കേട്ടോ. ഇത് പോണ ഏറ്റവും ചില കവറിനൊക്കെ ഇവിടെ നിങ്ങൾ കാണുന്ന മേലെ മാത്രമേ ഓൾസ് ഉണ്ടാവൂ, അത് വളരെ ശ്രദ്ധിക്കണം. താഴെ ഉണ്ടോ നോക്കണം. ഇതിന് താഴെ ഉണ്ട് കേട്ടോ. അപ്പോൾ താഴെ ഇല്ലെങ്കിൽ നമ്മൾ താഴെ ഓൾസ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനത്തെ ഒരു ചെറിയ എന്തെങ്കിലും ഒരു കോലെടുത്തിട്ട് ഒരു കുഴി, നമ്മൾ കമ്പുകൾ അധികം ആളും ചെയ്യുക, നേരിട്ട് കമ്പ് കൊണ്ടുപോയി ഇങ്ങനെ അങ്ങ് കുത്തുക ചെയ്യുക. ഇങ്ങനെ നേരിട്ട് കൊണ്ടുപോകുന്ന ഇങ്ങനെ അങ്ങ് കുത്തുക ചെയ്യുക. അങ്ങനെ ചെയ്യരുത്. ഒരു കമ്പ് വേറൊരു കമ്പ് എടുത്തിട്ട് നമ്മൾ ഒരു ഓൾസ് പോലെ ഒന്നാക്കുക. എന്നിട്ട് കല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ പോക്കണം കേട്ടോ. വലിയ കല്ലുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നമ്മൾ പോക്കണം. എന്നിട്ട് ഇതുപോലൊരു കുഴിയാക്കി നമ്മളെ ചെടീൻ്റെ കമ്പ് വെട്ടിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഞാൻ ഇപ്പോൾ ഈ ഒരു കമ്പാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. ഈ പൂക്കൾ ആദ്യം ഞാൻ വെട്ടി കളഞ്ഞ്, എന്നിട്ട് ഇതാ ഈ ഒരു കമ്പാണ് ഞാൻ എടുത്തത്. എന്നിട്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിന്മേലെ ഇലകളൊക്കെ അതുപോലെ അങ്ങ് കട്ട് ചെയ്യും കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ ഈ കമ്പിലുള്ള ജലാംശം മുഴുവനും ഈ ഇലകൾ വലിച്ചെടുക്കാണ്ടിരിക്കാനാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ കമ്പ് പെട്ടെന്ന് വാടി ഉണങ്ങിയും പോവില്ല.
അതാണ്. പിന്നെ ഇവിടെ നമ്മളൊന്ന് ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇങ്ങനൊന്ന് ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്താ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, പിന്നെ എല്ലാവർക്കും അറിയുന്നൊരു സാധനമാണ് കറ്റാറവാഴ അല്ലേ. ഈ കറ്റാറവാഴൻ്റെ ഇവിടെ നമ്മളിങ്ങനെ ഇത് കുത്തി വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് കുത്തി നിങ്ങളിനി ഒരു ദിവസം വെക്കുകയാണെങ്കിൽ അങ്ങനെ വെക്കാം. പിന്നെ എന്തായാലും 1 മണിക്കൂറെങ്കിലും നിങ്ങൾ ഇതിൽ കുത്തി വെക്കണം കേട്ടോ. എല്ലാവരും വീട്ടിലൊരു കറ്റാർവാഴൻ്റെ ഒക്കെ നട്ട് പിടിപ്പിക്കണം. എന്തെങ്കിലുമൊക്കെ പ്രയോജനം അതിനെ കൊണ്ടുണ്ടാവും. അപ്പം നമ്മളിപ്പോൾ ഇവിടെ എന്താ പറയുക, ഇത് കുത്തി നമ്മൾ എടുക്കുകയാണ്. നിങ്ങൾ വെക്കുകയാണെങ്കിൽ 1 മണിക്കൂർ വെച്ചതിന് ശേഷം എടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ ആക്കി വെച്ച ഇതിലേക്ക് വെച്ചിട്ട് 2 സൈഡും വെച്ചൊന്ന് മണ്ണ് അമർത്തി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ആ കുഴിയിലേക്ക് വെച്ചിട്ട് കണ്ടോ, ഈ മണ്ണിങ്ങനെ ഈ കമ്പിൻ്റെ മെരട്ടാക്കിയിട്ട് അമർത്തി കൊടുക്കുക കേട്ടോ. അത് നല്ലോണം ഒന്ന് അമർത്തി വെക്കുക, ഇളകാത്ത രൂപത്തിലൊന്ന് അമർത്തി അങ്ങ് വെച്ച് കൊടുക്കുക. അപ്പം ഇങ്ങനെയാണ് നമ്മൾ തൈകളൊക്കെ ആക്കിയെടുക്കുന്നത് കേട്ടോ. ഇത് എന്നിട്ട് നമ്മൾ തണലത്ത്, നമ്മളെ വീട്ടിൽ ഏറ്റവും തണലുള്ള സ്ഥലം എവിടെയാണോ അവിടെ കൊണ്ട് വെക്കുക. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, ദിവസവും കുറച്ച് വെള്ളം വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ നമ്മൾ ഒരുപാട് തൈകളാക്കിയിട്ടുണ്ട്. നിങ്ങളും ചെയ്ത് നോക്കട്ടെ ഇങ്ങനെയൊക്കെ. അപ്പം നിങ്ങൾക്കും തൈകൾ പിടിച്ച് കിട്ടാൻ എളുപ്പമായിരിക്കും. അപ്പം ഇതാണ് മക്കളെ നമ്മളെ മൊണാലിസിൻ്റെ ഒരു മൊഞ്ച് കേട്ടോ. നിങ്ങൾ കണ്ടോ എന്തതിൻ്റെ ഒരു ഭംഗി നോക്കിയേ. അപ്പം എല്ലാവരും ഒരു മൊണാലിസ വാങ്ങി വെക്കുക, അതിൻ്റെ ഭംഗി കണ്ട് ആസ്വദിക്കുക കേട്ടോ. അപ്പം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബായ്. നിങ്ങളെ പ്രാർത്ഥനയിലൊക്കെ എന്നെ എൻ്റെ കുടുംബത്തിനും